The accused is not represented by a pleader, and where it appears to the court that the accused has not sufficient means to engage a pleader, the court shall consider a pleader for his defense at the expense of the state. Legally to accused at state expense, where in a trial before the court of sessions. ഒരു സെഷൻസ് കോടതിയിലെ ഒരു ട്രയലിൻ്റെ സമയത്ത് എന്തുണ്ടെങ്കിൽ or against whom the proceedings are instituted under this code. CRPC പ്രകാരം ആർക്കെങ്കിലും എതിരെ ഏതെങ്കിലും ഒരു പ്രൊസീഡിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മേ റൈറ്റ് ടു ഡിഫെൻഡ് accused not so അല്ലല്ല അത് മാറിപ്പോയി കേട്ടോ. where in a trial before the court of session the accused is not represented by his pleader. അക്യൂസിന് വക്കീലില്ല എങ്കിൽ നോട്ട് റെപ്രസെൻറ്റഡ് ബൈ ഹിസ് പ്ലീഡർ എന്ത് ചെയ്യാം? ആൻഡ് വെയർ ഇറ്റ് അപ്പിയേഴ്സ് ദ കോർട്ട് ദാറ്റ്, കോടതിക്ക് തോന്നുന്നു എന്താണെങ്കിൽ ദ അക്യൂസ്ഡ് ഹാസ് നോട്ട് സഫീഷ്യൻറ്റ് മീൻസ് ടു എൻഗേജ് എ പ്ലീഡർ, ഒരു വക്കീലിനെ വെക്കുന്നതിന് വേണ്ടി പൈസ ഇല്ല എന്ന് തോന്നിയാൽ, സഫീഷ്യൻറ്റ് മീൻസ് ഇല്ല എന്ന് തോന്നിയാൽ, ദ കോർട്ട് ഷാൽ അസൈൻ എ പ്ലീഡർ for his defense at the expense of the state. സ്റ്റേറ്റിൻ്റെ ചെലവിൽ അക്യൂസ്ഡിന് വേണ്ടി എന്ത് വെച്ചു കൊടുക്കും? ഒരു വക്കീലിനെ വച്ചു കൊടുക്കുന്നതാണ്. മനസ്സിലായോ? മനസ്സിലായോ? യെസ്. അത് എക്സ്പെൻസ് സ്റ്റേറ്റ് കൊടുക്കുന്നു പറയുന്നല്ലോ. ലീഗൽ സർവീസ് അദാലത്തിൽ കിടപ്പുണ്ട് പണം. അല്ലല്ല, അഡ്വക്കേറ്റ് ചോദിക്കുന്ന കൊടുക്കത്തില്ല, സർക്കാർ ഓരോ ഫീസ് നിശ്ചയിച്ചിട്ടുണ്ട്. Okay, 2. The High Court may, with the previous approval of the state government, make rules for providing for mode of selecting pleaders for defense under subsection 1. C. The facilities to be allotted to such pleaders by the courts. C. The fee payable to such pleaders by the government and generally for carrying out the purpose of subsection 1. Yes. അവിടെ എന്താ പറഞ്ഞേക്കുന്നേ? ദ ഹൈക്കോർട്ട് മേ, ഹൈക്കോടതിക്ക് വേണമെങ്കിൽ വിത്ത് പ്രീവിയസ് അപ്രൂവൽ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അനുവാദത്തോടെ മേക്ക് റൂൾസ് പ്രൊവൈഡിങ് ഫോർ എന്തിന്? ദ മോഡ് ഓഫ് സെലക്ടിങ് പ്ലീഡേഴ്സ് ടു ഡിഫെൻസ് അണ്ടർ സബ്സെക്ഷൻ 1. സബ്സെക്ഷൻ 1 പ്രകാരം കേസ് ഡിപെൻഡ് ചെയ്യുന്ന പ്ലീഡേഴ്സിനെ സെലക്ട് ചെയ്യാൻ ഹൈക്കോടതിക്ക് റൂൾ ഉണ്ടാക്കാം. ആരുടെ അനുവാദത്തോടെ? സർക്കാരിൻ്റെ അനുവാദത്തോടെ. ദ ഫെസിലിറ്റീസ് ടു ബി അലൗഡ് സച്ച് പ്ലീഡർ ബൈ ദ കോർട്ട്, അതിനുള്ള ഫെസിലിറ്റികളെല്ലാം ആർക്ക് അലോ ചെയ്യാം? കോടതിക്ക് അനുവദിക്കാം. ദ ഫീ പേയബിൾ ടു ദ പ്ലീഡേഴ്സ് ഓഫ് ദ ഗവൺമെൻറ് ആൻഡ് ജനറലി ഫോർ ക്യാരിയിങ് ഔട്ട് ദ പർപ്പസ് ഓഫ് സബ്സെക്ഷൻ 1, അതിൻ്റെ ഫീയും ആർക്ക് കൊടുക്കാം? കോടതിക്ക് തീരുമാനിക്കാം, പേയ്മെൻറ്റ് കൊടുക്കാം. സാധാരണ ലീഗൽ സർവീസ് അദാലത്തിലെ ഫണ്ടിൽ നിന്നാണ് കൊടുക്കുന്നത്. മനസ്സിലായോ? കെൽസ, കേരള ലീഗൽ സർവീസ് അദാലത്ത്, കെൽസ. 3. The state government may, by notification, direct that as from such a date as may be specified in the notification, the provisions of subsections 1 and 2 shall apply in relation to any class of trials before other courts, the state, as they apply in relation to trials before the courts of section. Yes, അവിടെ എന്താ പറഞ്ഞേക്കുന്നേ? The state government may by notification direct that. സ്റ്റേറ്റ് ഗവൺമെൻറ് നോട്ടിഫിക്കേഷനോടൊപ്പം എന്ത് ചെയ്യാം? ഇങ്ങനെ ഡയറക്റ്റ് ചെയ്യാം. എന്ത് ഡയറക്റ്റ് ചെയ്യാം? ഡയറക്റ്റ് ദാറ്റ് ആസ്
ഫ്രം സച്ച് ഡേറ്റ് ആസ് മേ ബി സ്പെസിഫൈഡ് ഇൻ ദ നോട്ടിഫിക്കേഷൻ. നോട്ടിഫിക്കേഷനിൽ എന്താണോ ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്, ദ പ്രൊവിഷൻ ഓഫ് സബ്സെക്ഷൻ 1, സബ്സെക്ഷൻ 1-ലെ ഡേറ്റ് പ്രകാരം അല്ലെങ്കിൽ സബ്സെക്ഷൻ 2-ലെ ഡേറ്റ് പ്രകാരം ഷാൽ അപ്ലൈ ഇൻ റിലേഷൻ ടു എനി ക്ലാസ് ഓഫ് ട്രയൽ ബിഫോർ ദ കോർട്ട് ഇൻ ദ സ്റ്റേറ്റ് ആസ് ദേ അപ്ലൈ ഇൻ റിലേഷൻ ടു ദ ട്രയൽസ് ബിഫോർ ദ കോർട്ട് ഓഫ് സെഷൻ. അവിടെ എത്രയേ ഉള്ളൂ. ഇപ്പോൾ ഒരു വക്കീലിനെ അപ്പോയിൻമെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു, അതിനനുസരിച്ച് ട്രയലിന് വേണ്ടിയുള്ള എല്ലാ സാമഗ്രികളും ആർക്ക് വിട്ടുകൊടുക്കാം? ആ വക്കീലിന് എല്ലാ ഫെസിലിറ്റികളും അനുവദിച്ചു കൊടുക്കാം. ഏത് ദിവസം മുതൽ ഏത് ദിവസം വരെയാണ് അദ്ദേഹം എന്ത് ചെയ്യേണ്ടത്, സർക്കാരിൻ്റെ പ്ലീഡറായി സേവനം ചെയ്യേണ്ടത് എന്നും അതിൽ പറഞ്ഞിരിക്കും. അതിനെ നമ്മൾ പറയുന്നത് എന്താണെന്നറിയാമോ? സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്നാണ് പറയുന്നത്. എന്തു പറയും? അപ്പോൾ ക്രിമിനൽ അപ്പം സ്റ്റേറ്റിന് വേണ്ടി ഓപ്പോസിറ്റും സ്റ്റേറ്റിന് വേണ്ടി സർക്കാർ പെർമനന്റ് സർക്കാർ വക്കീൽ കാണും, അക്യൂസ്ഡിന് വേണ്ടി സർക്കാർ വക്കീൽ, ടെമ്പററി സർക്കാർ വക്കീൽ കാണും. ഈ കേസിന് മാത്രമല്ല അയാളുള്ളൂ. രണ്ടിനും സർക്കാർ തന്നെ പറയും. ആ ഓക്കെ. അടുത്ത ഏതാ? അത് 306 ആണ്, ടെൻഡർ ഓഫ് പാർഡൺ ടു അക്കംപ്ലീസ്. അതേതാ സെക്ഷൻ? 306. 306. 306. With a view to obtaining the evidence of any person supposed to have been directly or indirectly concerned in or privy to an offence to which this section applies, the Chief Judicial Magistrate or a Metropolitan Magistrate at any stage of investigation or inquiry into or the trial of the offence, and the Magistrate of the first class inquiring into or trying the offence at any stage of the inquiry or trial may tender a pardon to such person on condition of his making a full and a true disclosure of all of the circumstances within his knowledge relative to the offence and to every other person concerned, whether as principal or abettor in the commission thereof. Yes, എന്താ പറഞ്ഞേക്കുന്നേ? ടെൻഡർ ഓഫ് പാഡൻ ടു അക്കംപ്ലീസ്. ആരാ അക്കംപ്ലീസ്? യെസ്. നോക്കൂ. With a view to obtaining the evidence of any person supposed to have been directly or indirectly concerned in a privy of an offence which is section applies. എന്താ പറഞ്ഞേ? With a view to obtaining the evidence of any person. ഒരാളുടെ നിന്ന് തെളിവ് സ്വീകരിക്കുന്നതിന് വേണ്ടി supposed to have direct or indirect concern, അയാൾക്ക് നേരിട്ടോ നേരിട്ടല്ലാതെയോ ആ വിഷയവുമായി ബന്ധമുണ്ട് എങ്കിൽ കൺസേൺ, ഓർ ഇൻ ഓർ ടു ദ ഒഫൻസ് ടു വിച്ച് ഇറ്റ് ഈസ് ദ സെക്ഷൻ അപ്ലൈസ്. ഈ സെക്ഷൻ അപ്ലൈ ചെയ്യുന്ന രീതിയിൽ ഒരാൾ ഒരു വിഷയവുമായി നേരിട്ടോ അല്ലാതെയോ അറിവുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യും? ദ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഓർ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് അറ്റ് എനി സ്റ്റേജ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എൻക്വയറി ഇൻറ്റു ട്രയൽ ഓഫ് എൻക്വയറിയോ ഇൻവെസ്റ്റിഗേഷനോ ട്രയലോ ഇരിക്കുന്ന സമയത്ത്, ഏത് സമയത്താണെങ്കിലും മജിസ്ട്രേറ്റിനോ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റിനോ എന്ത് ചെയ്യാം? ദ ഓഫൻസ് ടെൻഡർ പാഡൻ ടു സച്ച് പേഴ്സൺ. അയാളോട് പറയാം, ഞങ്ങൾ നിങ്ങളെ എന്ത് ചെയ്യും? ക്ഷമിക്കും. നിങ്ങൾ ചെയ്ത കുറ്റമെല്ലാം ഞങ്ങൾ പാഡൻ ചെയ്തു തരുന്നു, ക്ഷമിക്കാമെന്ന് പറയും. ടു സച്ച് പേഴ്സൺ. ആരോട്? ഓൺ കണ്ടീഷൻ ഹിസ് മേക്കിംഗ് ഫുൾ ആൻഡ് ട്രൂ ഡിസ്ക്ലോഷർ ഓഫ് ദ ഹോൾ ഓൺ ദ സർക്കംസ്റ്റാൻസസ് ഇൻ വിച്ച് ഹിസ് നോളജ് റിലേറ്റീവ് ഓഫ് ഒഫൻസ്. ആ ഒഫൻസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സത്യസന്ധമായിട്ട് താൻ പറയാമെങ്കിൽ തന്നെ ഞങ്ങൾ കുറ്റവിമുക്തനാക്കാം എന്ന് പറയും. ആൻഡ് ടു എവരി അതർ പേഴ്സൺ കൺസേൺഡ്. പക്ഷേ ഈ കുറ്റവാളികളെക്കുറിച്ച് ഫുൾ ഫാക്റ്റ് ഡിസ്ക്ലോസ് ചെയ്യണം. അങ്ങനെ ചെയ്താൽ നിന്നെ ഞങ്ങൾ കുറ്റവിമുക്തനാക്കാം എന്ന് ആര് പറയും? ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഓർ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ്
tender pardon. Okay? Okay. Whether the principal abettor or the commission of the offense. അയാൾ ഒന്നാം പ്രതിയാണെങ്കിലും രണ്ടാം പ്രതിയാണെങ്കിലും മൂന്നാം പ്രതിയാണെങ്കിലും കൂട്ടുപ്രതിയാണെങ്കിലും അയാൾക്ക് അങ്ങനെ എന്ത് കൊടുക്കും? പാടൻ ടെൻഡർ ചെയ്യും. അപ്പോൾ ഏറ്റവും ഒന്നാം പ്രതിയാണെങ്കിലും കൊടുക്കും. ഒന്നാം പ്രതിയാണോ രണ്ടാം പ്രതിയാണോ എന്നൊക്കെ പോലീസിന്റെ ഇൻഫർമേഷൻ കൊണ്ട് ചേർക്കുന്നതല്ലേ. ചിലപ്പോൾ അയാൾ യഥാർത്ഥ ഒന്നാം പ്രതി ആകണമെന്നൊന്നുമില്ലല്ലോ. ഇയാൾ അങ്ങനെ ചെയ്താൽ, അക്കംപ്ലൈസ് ആയി കഴിഞ്ഞാൽ, കോടതിയിൽ അയാൾ കയറി മൊഴി പറഞ്ഞ് കഴിഞ്ഞതിന് ശേഷമാണ് അയാൾ മാപ്പുസാക്ഷിയാവുന്നത്. അതിനെ അപ്രൂവർ എന്നാണ് നമ്മൾ പറയുന്നത്. എന്തോന്നാ അപ്രൂവർ? അക്കംപ്ലൈസ് എന്ന് പറഞ്ഞാൽ കോടതിയിൽ മൊഴി പറയുന്നതിന് മുമ്പുള്ള സമയമാണ് കേട്ടോ. ഈ അക്കംപ്ലൈസ് ഫുൾ ഫാക്ട്സ് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല എന്ന് തോന്നുവാണെങ്കിൽ ഇയാൾക്ക് കൊടുത്തേക്കുന്ന ടെൻഡർ പിൻവലിക്കും. പറഞ്ഞ കേട്ടോ? അല്ല, അപ്പം ഇയാളെ വിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒഴിവാക്കിയിടാൻ പറ്റും. അയാളുടെ ഡിഗ്രി ഓഫ് ഒഫൻസ് നോക്കിയിട്ട് ചിലതിൽ നിന്ന് ഒഴിവാക്കും. ചിലതിൽ നിന്നല്ല, ബഹുഭൂരിപക്ഷവും ഇങ്ങനെ തെളിവുകൾ കൊടുക്കുകയാണെങ്കിൽ ഈ ഒന്നാം പ്രതിയും രണ്ടാം പ്രതിയൊക്കെ ഗ്രേഡ് തിരിക്കുമല്ലോ. അങ്ങനെ ഗ്രേഡ് തിരിക്കുന്ന ഏറ്റവും ഗ്രേഡ് ഉള്ളവൻ ഏതവനാണെന്ന് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്കെല്ലാം ഊഹാപോഹങ്ങളാണല്ലോ, സത്യം ആർക്കും അറിയത്തില്ലല്ലോ. അപ്പോൾ ചിലപ്പം ഗ്രേഡ് തിരിച്ചതൊക്കെ മാറിപ്പോവും. അപ്പോൾ ആരെങ്കിലുമൊക്കെ കുറ്റം തുറന്നു പറയുമ്പോൾ ഒന്നാം പ്രതി ചിലപ്പം രണ്ടാം പ്രതിയാവും, ചിലപ്പോൾ എട്ടാം പ്രതി ആയിരിക്കും ഒന്നാം പ്രതിയാകും. ഓക്കെ. അപ്പോൾ ഇയാൾ കാര്യങ്ങളെല്ലാം തുറന്നു പറയാമെന്ന് പറഞ്ഞ് വന്ന് കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഇയാൾക്ക് ഈ അക്കംപ്ലൈസും ഒന്നും കൊടുക്കത്തില്ല. ഇപ്പം പോലീസുകാർ ഇതുമായി ഒത്തിരി വസ്തുതകൾ കണ്ടെത്തുമല്ലോ. അതിനെക്കുറിച്ചെല്ലാം ഇയാൾ പറയേണ്ടി വരും. ഇയാളുടെ റോള് മൊത്തം പറയേണ്ടി വരും. ഒരാള് പറഞ്ഞിട്ട് ഇപ്പം ഒരാളെ പറഞ്ഞിട്ട് ഒരാളെ കൊല്ലുകയാണ്. കൊന്നാള് കോടതി വന്നിട്ട് എനിക്ക് ഇത് കാശും ഇതൊക്കെ തന്ന ഇയാളാണ്, ഇയാളെ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞാൽ അയാളെ അപ്രൂവർ ആക്കും. അയാളെ അപ്രൂവർ ആക്കുമെന്ന് ദിലീപിന്റെ കേസ് നോക്കൂ. ദിലീപിന്റെ കേസ് ദിലീപ് പൈസയും പണവും നിർദ്ദേശങ്ങളും കൊടുത്തതിന് ശേഷമാണ് അങ്ങനെ ചെയ്തതെന്നല്ലേ ഒരാളുടെ മൊഴി. അതെ. അയാള് യഥാർത്ഥത്തിൽ അപ്രൂവറായി അയാൾ ജാമ്യം പോലും വേണ്ടെന്ന് പറഞ്ഞില്ല. എന്നെ കൊന്നുകളയും, അതുകൊണ്ട് എനിക്ക് ജാമ്യം വേണ്ടെന്ന് പറഞ്ഞാൽ അകത്ത് കിടക്കല്ലേ. അയാളെ ഒരു പക്ഷേ വിചാരണ കഴിഞ്ഞതിന് ശേഷം അയാൾ കോടതിയിൽ കുറ്റം തുറന്ന് സമ്മതിക്കുകയും പൈസയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ആർഭാട ജീവിതത്തിന് വേണ്ടി ചെയ്തതാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇന്ന ആൾക്കാരെ ശിക്ഷിക്കാൻ പറ്റിയത്, അതുകൊണ്ട് ഇയാളെ വെറുതെ വിടുന്നു എന്ന് പറഞ്ഞ് കോടതിക്ക് പറയാമല്ലോ. പ്രേരണ കുറ്റത്തിന് മറ്റൊരാളെ ശിക്ഷിക്കുകയും ചെയ്തൂടെ? അതിന് ചിലപ്പം ഇത് കൊടുക്കണമെന്നില്ലല്ലോ. 302 സാധാരണ അങ്ങനെ കൊടുത്തിട്ടില്ല കേട്ടോ. 302 അങ്ങനെ കൊടുത്തിട്ടില്ല. യെസ്, അടുത്ത നോക്കൂ. This section applies to any offense triable exclusively by the court of session or by the court of special judge appointed under the Criminal Law Amended Act 1952. B. The offense punishable with imprisonment which may extend to 7 years or with more severe sentence. അവിടെന്തോ പറഞ്ഞേ? Any offense triable exclusively by the court of session or by the court of special judge appointed under the Criminal Law Amendment Act 1952. ഇത് ആർക്കൊക്കെ ആപ്ലിക്കബിൾ ആണ്? കോർട്ട് ഓഫ് സെഷൻ ആപ്ലിക്കബിൾ ആണ്, സ്പെഷ്യൽ ജഡ്ജിന് ആപ്ലിക്കബിൾ ആണ്. 1952 സ്പെഷ്യൽ ലോ പ്രകാരം ഏതെങ്കിലും ജഡ്ജിമാർ ആപ്ലിക്കബിൾ ആണെങ്കിൽ ഈ ടെൻഡർ പാർഡൻ അക്കംപ്ലൈസ് ഒക്കെ അവർക്ക് കൊടുക്കാം. എല്ലാവർക്കും അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല.
മനസ്സിലായോ? Okay. യെസ്. യെസ്, അടുത്ത വായിക്കൂ. Sir. അല്ലാണ്ട് ബി ആണ് സർ, ബി എനി ഓഫൻസ്. Any offense punishable with imprisonment which may extend to 7 years with more or severe sentence. ഇത് ഏതിനാ ഉപയോഗിക്കുന്നത്? 7 വർഷവും അതിൽ കൂടുതലും പണിഷ്മെന്റ് കിട്ടുന്ന കുറ്റങ്ങൾക്ക് വേണ്ടിയാണ് അപ്രൂവർ എന്ന് പറയുന്ന കാറ്റഗറി ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാത്തിനും ഉപയോഗിക്കത്തില്ല. മനസ്സിലായോ? പണിഷ്മെന്റ് ആ പറയുന്നവർക്ക് കിട്ടണം, അല്ല ഈ പറയുന്നവർക്ക് അല്ല, ആരെ പറ്റിയാണോ പറയുന്നത് അയാൾക്ക് കിട്ടണം അല്ലേ? അതല്ലേ ഇത് ചെയ്യുന്നത്? 7 വർഷം അതിൽ കൂടുതലും ഒക്കെ കൊടുക്കുന്ന എന്ത് ഒഫൻസാ? കോഗ്നിസബിൾ ഒഫൻസ്, കോഗ്നിസബിൾ ആൻഡ് നോൺ ബെയിലബിൾ ഒഫൻസ് അല്ലേ? കോഗ്നിസബിളും നോൺ ബെയിലബിളും ഒഫൻസും ആയതിനു വേണ്ടി മാത്രമേ ഈ അപ്രൂവർ പരിപാടി കാരണം പോലീസിന് ഒരു തുമ്പും വാലും കിട്ടാത്ത ഒരു കേസിന് മാത്രമേ ഇത് ഉപയോഗിക്കൂ. എല്ലാ കാര്യങ്ങളും പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിച്ച് യവന്മാരെയൊക്കെ ശിക്ഷിക്കാനുള്ള തെളിവ് പോലീസിന്റെ കസ്റ്റഡി ഉണ്ടെങ്കിൽ പിന്നെ ഒരാളെ അപ്രൂവർ ആക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. പോലീസ് ഇയാളിപ്പോ അപ്രൂവർ ആവാമെന്ന് പറഞ്ഞാലും എല്ലാ എവിഡൻസും അയാൾക്കെതിരെയും എല്ലാ പ്രതികൾക്കെതിരെയും കളക്ട് ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഇയാൾ പറയുന്നതിൽ പ്രത്യേകിച്ച് പുതിയതൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഇയാൾ അപ്രൂവർ ആക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഇയാൾ അപ്രൂവർ ആവുന്നോ ഇല്ലയോ എന്ന് ആരാ അറിയുന്ന? ആദ്യം ജയിൽ സൂപ്രണ്ടാ അറിയുന്നത് അല്ലേ? ജയിൽ സൂപ്രണ്ട് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇപ്പൊ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ കണ്ടുപിടിച്ച തെളിവുകൾ മാത്രമേ ഇവന് പറയാനുള്ളെങ്കിൽ പിന്നെന്തിനാ അവനെ അപ്രൂവർ ആക്കുന്നത്? മൊത്തവും കഥ പറഞ്ഞു. കഥ മൊത്തവും പറഞ്ഞിട്ട് പുതിയതൊന്നും ഇല്ല. ഒരു മിനിറ്റ്. ഹലോ. ആ ശരി ശരി. അതേ, അതിന് ഞാൻ 31-ാം തീയതി ഇവിടെ കാണുക. എന്താ? അത്രേ ഉള്ളൂ? ആ ശരി, ആയിക്കോട്ടെ. അല്ല, സി സി ആയിട്ടായിരിക്കത്തില്ല വരുന്നത്, അത് RC ആയിട്ടായിരിക്കും വരുന്നത്. ആ ശരി. ഓ എന്തായാലും 30-ാം തീയതി ഞാൻ വിളിക്കാം. ശരി, ആയിക്കോട്ടെ. ഓക്കെ ആയിക്കോട്ടെ. ആ ബാലു കേട്ടോ? ഇപ്പോൾ 7 years ഓർ മോർ ആണെങ്കിൽ മാത്രമേ എന്തുള്ളൂ? അക്കംപ്ലൈസ് ഉള്ളൂ. മാത്രമല്ല ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ കണ്ടുപിടിച്ച അതേ കാര്യങ്ങളാണെങ്കിൽ പിന്നെ അവനെ മാപ്പസാക്ഷിയാക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പം ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ കറങ്ങുന്ന കേസുകളിൽ പോലീസിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത കേസുകളിലും ഒരു വകുപ്പ് പ്രകാരം അവനെയൊന്നും പിടിച്ച് ശിക്ഷിക്കാൻ തെളിവുകൾ കിട്ടാതെ വരുമ്പോഴാണ് പോലീസുകാർ അതിൽ ഏറ്റവും കുറഞ്ഞ ശിക്ഷ ചെയ്തു എന്ന് കുറ്റം ചെയ്തു എന്ന് തോന്നുന്നവനെയാണ് അക്കംപ്ലൈസ് ആക്കുന്നത്. ഏറ്റവും വലിയ കുറ്റം ചെയ്തു എന്ന് തോന്നുന്നവനെയൊന്നും അക്കംപ്ലൈസ് ആക്കത്തില്ല കേട്ടോ. അങ്ങനാണെങ്കിൽ കുറ്റം ചെയ്ത എല്ലാവരും അക്കംപ്ലൈസ് ആകത്തില്ലേ? മനസ്സിലായോ? ഇപ്പൊ ഞാനൊരു കുറ്റം ചെയ്തു, ഞാൻ അക്കംപ്ലൈസ് ആയി, എന്നെ മാപ്പുസാക്ഷിയാക്കി വിട്ടു. അടുത്തവനും കുറ്റം ചെയ്തു, അവനെ അക്കംപ്ലൈസ് ആക്കി വിട്ടു. ആരെങ്കിലും ഇവിടെ ക്രിമിനൽ നിയമം നടപ്പാക്കാൻ പറ്റുമോ? ഇല്ല. അതൊക്കെ പോലീസ് കോടതിയൊക്കെ വെറുതെ ഇരിക്കുമല്ലോ. അടുത്ത വായിച്ചേ. 3. Every magistrate who tenders a pardon under subsection 1 shall record his reason for so doing. B. Yes. Whether the tender was or was not accepted by the person, and shall
on application made by the accused, furnish him a copy of such record free of cost. യെസ്, അവിടെ എന്താ പറഞ്ഞേക്കുന്നത്? എവരി മജിസ്ട്രേറ്റ് ഹു ടെൻഡേഴ്സ് ദ പാർഡൺ അണ്ടർ സബ്സെക്ഷൻ 1 ഹിസ് റീസൺ ഫോർ ഡൂയിങ്. എന്തുകൊണ്ടാണ് അയാൾക്ക് പാർഡൺ ടെൻഡർ ചെയ്യുന്നത് എന്ന് മജിസ്ട്രേറ്റ് റെക്കോർഡ് ചെയ്യണം, അല്ലേ? എന്തുകൊണ്ടാണ്? പോലീസിൻ്റെ അന്വേഷണത്തിലും എൻ്റെ എൻക്വയറിയിലും ഇന്ന കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് തോന്നിയെങ്കിലും അതിൻ്റെ എവിഡൻസ് കളക്ട് ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് കഴിയാത്ത സാഹചര്യത്തിലും ഇന്നയാൾ സ്വമേധയാ സമ്മതിച്ച കാര്യത്തിലും അയാൾ ഈ ക്രൈമിൽ എന്താണ് സഹായിക്കുകയെ മാത്രം ചെയ്തിട്ടുള്ളൂ, നേരിട്ട് പങ്കെടുത്തിട്ടില്ല എന്ന് തോന്നിയ സാഹചര്യത്തിലുമൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തെഴുതണം? ഫൂട്ട് നോട്ട് എഴുതണം. മനസ്സിലായോ? Whether the tender was or was not accepted by the person who it was made. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരാളെ പാഠം കൊടുക്കാമെന്ന് പറഞ്ഞാൽ അയാൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ആര് പറയണം? മാജിസ്ട്രേറ്റ് റെക്കോർഡ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? ഫർണിഷ് ഹിം വിത്ത് ദ കോപ്പി ഓഫ് സച്ച് റെക്കോർഡ് വിത്ത് ഫ്രീ ഓഫ് കോസ്റ്റ്. ഫ്രീ ഓഫ് കോസ്റ്റ് അതിൻ്റെ കോപ്പി ആക്കി ഇഷ്യൂ ചെയ്യണം. അതാണ് അയാളുടെ വക്കീൽ പറയും, ഫ്രീ ഓഫ് കോസ്റ്റ് കോപ്പി കിട്ടുക എന്ന് പറയും. ഇയാൾക്ക് അറിയത്തില്ലല്ലോ, വക്കീലാണല്ലോ അയാൾക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യുന്നത്, അല്ലേ? യെസ്, അടുത്ത വായിച്ചേ. Okay, for every person accepting a tender of pardon made under subsection 1A shall be examined as a witness in the court of the magistrate, taking cognizance of the offence and in the subsequent trial, if any. B. Shall, unless he is already on bail, be detained in custody until the termination of the trial. Yes, അവിടെ എന്താ പറഞ്ഞേക്കുന്നേ? Every person accepting the tender of pardon made under subsection 1, subsection 1 പ്രകാരം ഏതെങ്കിലും ആൾ ടെൻഡർ ഓഫ് പാർഡൺ അക്സെപ്റ്റ് ചെയ്താൽ, അക്സെപ്റ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം അവിടെ പറഞ്ഞേക്കുന്നത്, അല്ലേ? എവരി പേഴ്സൺ അക്സെപ്റ്റിംഗ് ദ ടെൻഡർ ഓഫ് പാർഡൺ മെയ്ഡ് അണ്ടർ സബ്സെക്ഷൻ 1 ഷാൽ ബി എക്സാമിൻഡ് ആസ് എ വിറ്റ്നസ് ഇൻ ദ കോർട്ട് ഓഫ് മാജിസ്ട്രേറ്റ്, ടേക്കിംഗ് കോഗ്നിസൻസ് ഓഫ് ഒഫൻസ് ആൻഡ് ഇൻ സബ്സിക്വൻറ്റ് ട്രയൽ. അയാൾ അക്യൂസിൻ്റെ പട്ടികയിൽ നിന്ന് എങ്ങോട്ട് മാറും? വിറ്റ്നസിന്റെ പട്ടികയിലേക്ക് മാറും. വിറ്റ്നസ് ആണ്, അല്ലേ? അയാളെ മജിസ്ട്രേറ്റ് കോടതിയിലും എക്സാമിൻ ചെയ്യും, സെഷൻസ് കോടതിയിലും എക്സാമിൻ ചെയ്യും. മജിസ്ട്രേറ്റ് കോടതിയിൽ എക്സാമിൻ ചെയ്തിട്ട് ബാക്കിയുള്ളവർക്കെതിരെ തെളിവുണ്ടാക്കും, അല്ലേ? അയാള് വിറ്റ്നസ്സായി മജിസ്ട്രേറ്റ് കോടതിയുടെ ബോക്സിൽ കയറിയെന്ന് കാര്യങ്ങൾ പറയുന്നു. അതേ കാര്യങ്ങൾ അദ്ദേഹം സെഷൻസ് കോടതിയിലും ആവർത്തിച്ച് പറയുന്നു. മജിസ്ട്രേറ്റ് കോടതിയിൽ നിൽക്കുമ്പോൾ അയാൾ എന്ത് പറയും? അക്കംപ്ലൈസ് എന്ന് പറയും, അല്ലേ? അടുത്തത് എന്തോ പറഞ്ഞേ? 5, അല്ലേ? പിന്നെന്താ അവിടെ പറഞ്ഞേക്കുന്നത്? Unless he is ready on bail, be detained in custody until the termination of trial. അയാൾ ബെയിൽ വേണ്ട എന്ന് പറഞ്ഞാൽ അയാൾ എന്ത് ചെയ്യും? ട്രയൽ തീരുന്നത് വരെ അകത്തിട്ടേക്കും, ഇല്ലെങ്കിൽ കൂട്ടുപ്രതികൾ അവനെ തട്ടും. മനസ്സിലായോ? അതാണ് ദിലീപിന്റെ കേസ് സംഭവിച്ചത്. മറ്റവൻ ഇതുവരെ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടില്ലല്ലോ. അടുത്ത വായിച്ചേ. 5. Where a person has accepted a tender pardon made under subsection 1 and has been examined under subsection 4, the magistrate taking cognizance of the offence shall, without making any further inquiry in the case, A. commit it for trial to the court of session if the offence is triable exclusively by what court, or if the magistrate taking cognizance is the chief judicial magistrate. 2. To the court of special judges appointed under the criminal law, Amended Act 1952, if the offence is triable exclusively by that court. B. In any other case, make over the case
to the Chief Judicial Magistrate, who shall try the case himself. അവിടെ എന്താ പറഞ്ഞേക്കുന്നത്? When a person has accepted a tender of pardon made under subsection 1 and has been examined under subsection 4, the magistrate taking cognizance of offence shall, without making any further enquiry in the case, commit for trial. ഒരു പേഴ്സൺ അക്സെപ്റ്റ് ദ ടെൻഡർ ഓഫ് പാഡൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെക്ഷൻ 1 പ്രകാരം അക്സെപ്റ്റ് ചെയ്ത് ഹാസ് ബീൻ എക്സാമിൻ അണ്ടർ സെക്ഷൻ 4, അയാളെ എന്തായിട്ട് എക്സാമിൻ ചെയ്താൽ, വിറ്റ്നസ്സായി എക്സാമിൻ ചെയ്ത് കഴിഞ്ഞാൽ, അങ്ങനെ മജിസ്ട്രേറ്റ് ഒരു കോഗ്നിസൻസും എടുത്തു കഴിഞ്ഞാൽ, വിത്തൗട്ട് മേക്കിംഗ് എനി ഫർദർ എൻക്വയറി, വേറെ എൻക്വയറിയുടെ ആവശ്യമില്ലാതെ എന്ത് ചെയ്യണം? ട്രയലിലേക്ക് കമ്മിറ്റ് ചെയ്യണം. കാരണം എന്താണെന്നറിയാമോ? ട്രയൽ തീർന്നാലേ ഇവനെ പുറത്തു വിടാൻ പറ്റൂ. To the court of session if the offence is triable exclusively by the court if the magistrate taking cognizance is judicial magistrate. 7 വർഷം വരെ അകത്ത് കിടക്കുന്ന കുറ്റത്തിന് മാത്രമേ അക്കംപ്ലൈസ് ഉള്ളൂ, അല്ലേ? അപ്പോൾ ഒന്നുകിൽ അത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ആര് ചെയ്യുന്നതായിരിക്കും? സെഷൻസ് കോടതി ചെയ്യുന്നതായിരിക്കും. മനസ്സിലായോ? അപ്പോൾ പെട്ടെന്ന് തന്നെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലേക്കോ സെഷൻസ് കോടതിയിലേക്കോ കേസ് മാറ്റും. ടു ദ കോർട്ട് ഓഫ് സ്പെഷ്യൽ ജഡ്ജ് അപ്പോൺ അണ്ടർ, അല്ലെങ്കിൽ സ്പെഷ്യൽ ജഡ്ജിയുടെ അടുത്തേക്ക് മാറ്റും. മനസ്സിലായല്ലോ? ഇൻ അതർ കേസസ്, മറ്റ് കേസുകളിലാണെങ്കിൽ മേക്ക് ഓവർ ടു ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഹൂ ഷാൽ ട്രൈ ദ കേസ് ഹിംസെൽഫ്. അങ്ങനെ ഒരു മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു ആൾ വിറ്റ്നസ്സായി വന്ന് പറഞ്ഞാൽ പിന്നെ അയാൾ ആ കേസ് കേൾക്കത്തില്ല. പിന്നെ എന്ത് ചെയ്യും? മേക്ക് ഓവർ ചെയ്യും ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ. അപ്പോൾ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയോ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയോ ആ കേസ് കേൾക്കും. മനസ്സിലായോ? യെസ്. അടുത്തത് ഏതാ? അടുത്ത 307 പവർ ടു ഡയറക്റ്റ് ടെൻഡർ പാർട്ടൺ. അപ്പോൾ ഒന്ന് വായിച്ചേ. At any time after the commencement of a case, but before judgment is passed, the court to which the commencement is made with a view to obtaining at the trial of the evidence of any person supposed to have been directly or indirectly concerned in or privy to any such offence, tender pardon on the same condition to such person. ഒന്നും കൂടെ വായിച്ചേ. At any time after commitment of a case, but before judgment is passed, the court to which the commitment is made may, with a view to obtaining at a trial the evidence of any person supposed to have been directly or indirectly concerned in or privy to any such offence, tender a pardon on the same condition to such person. നോക്കൂ, എൻക്വയറിയുടെ സമയത്ത് പാടം ടെൻഡർ ചെയ്യാം, അല്ലേ? ഇൻവെസ്റ്റിഗേഷൻ സമയത്തും പാടം ടെൻഡർ ചെയ്യാം, ട്രയൽ സമയത്തും ചെയ്യാം, അല്ലേ? അത് മൂന്നും അറിയാമെങ്കിൽ ആ സെൻറ്റൻസ് സെക്ഷൻ സിമ്പിളാണ്. അറ്റ് എനി ടൈം ആഫ്റ്റർ ദ കമൻസ്മെൻറ്റ് ഓഫ് ദ കേസ് ബട്ട് ബിഫോർ ദ ജഡ്ജ്മെൻറ്റ് ഈസ് പാസ്ഡ്. കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് ജഡ്ജിമെൻറ്റ് പാസ്സാക്കുന്നതിന് മുമ്പേ, അതാണ് അവിടെ പ്രത്യേകം പറഞ്ഞത്. ഇൻവെസ്റ്റിഗേഷൻ, എൻക്വയറി ആൻഡ് ട്രയൽ, ഈ 3 സ്റ്റേജിലും ദ കോർട്ട് വിച്ച് ദി കമ്മിറ്റ്മെൻറ്റ് ഈസ് മെയ്ഡ്, കോടതി ഒരു കേസ് മുകളിലേക്ക് അയക്കുന്നതിനാണ് കമ്മിറ്റൽ പ്രൊസീഡിങ്സ് എന്ന് പറയുന്നത്, അല്ലേ? ആ കമ്മിറ്റ് പ്രൊസീഡിങ്സ് കഴിഞ്ഞതിന് ശേഷം വിത്ത് എ വ്യൂ ടു ഒബ്റ്റൈനിങ് എ ട്രയൽ ദ എവിഡൻസ് ഓഫ് എനി പേഴ്സൺ സപ്പോസ്ഡ് ടു ഹാവ് ബീൻ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി കൺസേൺ. അപ്പോൾ ഈ കേസുമായി നേരിട്ടോ അല്ലാതെയോ ബന്ധപ്പെട്ട ഒരു വ്യക്തിയുടെ എവിഡൻസ് എടുക്കും എന്ന് തോന്നുന്ന സമയത്ത് സപ്പോസ്ഡ് ടു ബി ടേക്ക് എവിഡൻസ്. കണ്ടല്ലോ? With a view to obtaining the trial, the evidence may be person supposed to have been directly or indirectly concerned or privy to,
അല്ലെങ്കിൽ അതുമായി അയാൾ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രീവി ടു ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ കേട്ടോ. എനി സച്ച് ഒഫൻസ് ടെൻഡർ പാർഡൺ ഓൺ ദ സെയിം കണ്ടീഷൻസ് ഓഫ് ടു സച്ച് പേഴ്സൺ. മുകളിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ അനുസരിച്ചുകൊണ്ട് ഈ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? പാർഡൺ ടെൻഡർ ചെയ്യാം. ജഡ്ജ്മെന്റ് വന്നാൽ പാർഡൺ ടെൻഡർ ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. അതുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കുക. ഇൻവെസ്റ്റിഗേഷൻ ബൈ പോലീസ്, എൻക്വയറി ബൈ മാജിസ്ട്രേറ്റ്, ട്രയൽ, ഈ 3 സ്റ്റേജിലെ എന്ത് ചെയ്യാൻ പറ്റൂ? പാർഡൺ ടെൻഡർ ചെയ്യാൻ പറ്റൂ. ഓക്കെ, യെസ്. നെക്സ്റ്റ്. ത്രീ വൺ ടു വായിച്ചേ. Subject to any rules made by the state government, any criminal court may, if it thinks fit, order payment on the part of government of the reasonable expenses of any complaint or witness attending for the purpose of any inquiry, trial, or other proceedings before such court under this code. ഇവിടെ എന്താ പറഞ്ഞേ? സബ്ജക്റ്റ് ടു എനി റൂൾസ് മെയ്ഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ടാക്കിയ റൂളിൻ്റെ അടിസ്ഥാനത്തിൽ എനി ക്രിമിനൽ കോർട്ടുമേ, ഏത് ക്രിമിനൽ കോടതിക്ക് വേണമെങ്കിലും ഈ ഫിറ്റ് തിങ്ക് ഫിറ്റ്, അത് സഫീഷ്യൻ്റ് ആണ് എന്ന് തോന്നിയാൽ ഈ ഫിറ്റ് തിങ്ക് ഫിറ്റ് ഓർഡർ പേയ്മെൻറ്റ് ഓർഡർ ചെയ്യാം. ഓൺ ദ പാർട്ട് ഓഫ് ദ ഗവൺമെൻറ്, എവിടെ നിന്ന്? ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഓർഡർ ചെയ്യാം. ഓഫ് ദ റീസണബിൾ എക്സ്പെൻസ് ഓഫ് എനി കംപ്ലൈൻറ്റ് ഓർ വിറ്റ്നസ് അറ്റൻഡിങ് ഫോർ ദ പർപ്പസ് ഓഫ് എനി എൻക്വയറി. എൻക്വയറിക്ക് വേണ്ടി ഒരു വിറ്റ്നസ് വന്നാൽ അയാളുടെ എക്സ്പെൻസ് ഓർഡർ ചെയ്യാം. ട്രയലിന് വേണ്ടി ഒരു വിറ്റ്നസ് വന്നാൽ അയാളുടെ എക്സ്പെൻസ് ഓർഡർ ചെയ്യാം. പ്രൊസീഡിങ് ബിഫോർ സച്ച് കോർട്ട് അണ്ടർ ദിസ് കോഡ്, CRPC പ്രകാരം ഒരു വിറ്റ്നസ് കോടതിയിൽ വന്നു പോയാൽ അയാളുടെ എക്സ്പെൻസ് ആർക്ക് ഓർഡർ ചെയ്യാം? കോടതി. അതെ, അങ്ങനെ കൊടുക്കാറുണ്ട് സാധാരണ. അങ്ങനെ വക്കീലന്മാർ വാങ്ങി കൊടുക്കലൊക്കെ ഉണ്ട്. അടുത്ത 320 സർ. കോമ്പൗണ്ടിങ് ഒഫൻസസ് അല്ലേ? അതെ. ഓഫ് പണിഷബിൾ അണ്ടർ ദ സെക്ഷൻ of Indian Penal Code 45/1860 specified in the first 2 columns and table next following compounded by the person mentioned under. നോക്കൂ, ഒഫൻസ് ഏതാ? 298 ഏതാ? uttering words with deliberate intention to wound religious feeling. 329 കോമ്പൗണ്ടബിൾ ഒഫൻസ് ആണ്. ദ പേഴ്സൺ ഹൂ റിലീജിയസ് ഫീലിംഗ് ആർ ഇൻറ്റൻഡഡ് ടു ബി വൂണ്ടഡ്, അയാൾക്ക് കോംപ്രമൈസ് ചെയ്യാം. മനസ്സിലായോ? മനസ്സിലായോ? അത് പറഞ്ഞിട്ടല്ല, ഇതിന്റെ ടേബിൾ അതെന്താ ഉദ്ദേശിക്കുന്നത്? ഇതെല്ലാം എത്ര വരുമെന്നാണോ? IPCയിൽ 298 എന്ന് പറഞ്ഞൊരു ഒഫൻസ് ഉണ്ട്. ആ ഒഫൻസ് ഏതാണ്? വൂണ്ട് ടു ദ റിലീജിയസ് ഫീലിംഗ് ഓഫ് എനി പേഴ്സൺ. ഞാൻ ക്രിസ്തുമത വിശ്വാസിയാണ്, ക്രിസ്തുവിനെ കുറിച്ച് അല്ലെങ്കിൽ മഗ്ദലന മറിയത്തിനെ കുറിച്ച് അല്ലെങ്കിൽ സെൻറ്റ് ഫ്രാൻസിസിനെ കുറിച്ച് ഒക്കെ മോശമായ ഒരുത്തം പറഞ്ഞു, എൻ്റെ മതവികാരം വ്രണപ്പെട്ടു. ഓക്കെ, മനസ്സിലായോ? അല്ലെങ്കിൽ ഞാൻ ഹിന്ദുവാണ്, ശ്രീകൃഷ്ണൻ 10,008 ഭാര്യമാരുണ്ടായിരുന്നു, ശ്രീകൃഷ്ണൻ മരിച്ചത് എയ്ഡ്സ് മൂലമാണെന്ന് പറഞ്ഞാൽ എൻ്റെ മതവികാരം വ്രണപ്പെടത്തില്ലേ? അതെ. അങ്ങനെയൊക്കെ പറഞ്ഞാൽ 298 പ്രകാരം കേസെടുക്കും. അപ്പോൾ എൻ്റെ മതവികാരം വ്രണപ്പെട്ടതുകൊണ്ട് എനിക്ക് അയാളോട് കോംപ്രമൈസ് ചെയ്യാം. മനസ്സിലായോ? അതാണ് കോമ്പൗണ്ട് ചെയ്യാന്ന് പറയുന്നത്, കോമ്പൗണ്ടബിൾ ഒഫൻസ്. കോടതിക്ക് പുറത്ത് സെറ്റിൽ ചെയ്തിട്ട് പറയും ഇറ്റ് ഈസ്
മേ ബി സെൻഡ് ഇറ്റ് ഈസ് എ കോമ്പൗണ്ട് ഓഫേഴ്സ് മെയിൽ ഓർ മേ ബി സെൻഡ് ടു മീഡിയേഷൻ, അല്ലെങ്കിൽ മേ ബി സെൻഡ് ടു അദാലത്ത് എന്ന് പറഞ്ഞ് കോമ്പൗണ്ട് ചെയ്തോളെ. എന്തിനാ ഇതൊക്കെ വെച്ചേക്കുന്നേ? കോടതിയിലെ ഫയലിന്റെ എണ്ണം കുറയ്ക്കാൻ വേണ്ടിയാ. വോളണ്ടറി കോസിംഗ് ഹർട്ട് 323. അതും കോംപ്രമൈസ് ആണോ? അത് ഹർട്ട് ചെയ്ത് കോംപ്രമൈസ് ആണോ? ഹർട്ട് ചെയ്ത് പിന്നെ വോളണ്ടറി കോസിംഗ് ഹർട്ട്, വെറും ഹർട്ട്, സിമ്പിൾ ഹർട്ട് 323 കോമ്പൗണ്ടുള്ള ഒഫൻസ് അല്ലേ നടക്കുന്നത്, കണ്ടില്ലേ? വോളണ്ടറി കോസിംഗ് ഹർട്ട് ഓൺ പ്രൊവോക്കേഷൻ. ഇപ്പം രാഷ്ട്രീയ പാർട്ടികളില്ലേ, രാഷ്ട്രീയ പാർട്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നേതാവിനെ പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടത്തില്ലല്ലോ. അപ്പോൾ പ്രൊവോക്കേഷൻ ഉണ്ടായി, കയറി അടിച്ച്. വോളണ്ടറി കോസിംഗ് ഹർട്ട് മാത്രമേ ഉള്ളൂ. അവർക്ക് രണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്കും കൂടെ ചേർന്ന് കോംപ്രമൈസ് ചെയ്യാം. പ്രൊവോക്കേഷൻ. നമ്മുടെ പാർട്ടി നേതാക്കന്മാർ എന്ത് തോന്നിയ ദിവസം കാണിച്ചാലും നമ്മൾ ന്യായീകരിക്കത്തില്ല. അടുത്ത് വോളണ്ടറി കോസിംഗ് ഹർട്ട് ഓൺ പ്രൊവോക്കേഷൻ 334. അതും എന്ത് ചെയ്യാം? കോംപ്രമൈസ് ചെയ്യാം. അത് വോളണ്ടറി കോസിംഗ് ഗ്രീവിയസ് ഹർട്ട് ഓൺ ഗ്രേവ് ആൻഡ് സഡൻ പ്രൊവോക്കേഷൻ. ഗ്രേവ് ആൻഡ് സഡൻ പ്രൊവോക്കേഷൻ ഉണ്ടായതിന് ശേഷം 335 പ്രകാരം ഗ്രീവിയസ് ഹർട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ എന്ത് ചെയ്യാം? അതും കോംപ്രമൈസ് ചെയ്യാം. മനസ്സിലായോ? അടുത്തത് വോളണ്ടറി റെസ്ട്രെയിനിങ് കൺഫൈനിങ് എ പേഴ്സൺ 341 342 പ്രകാരം ഒരാളെ നമ്മൾ തടഞ്ഞു നിർത്തിയാൽ അത് കോംപ്രമൈസ് ചെയ്യാം. ആരെ തടഞ്ഞു നിർത്തിയോ അവർ പരസ്പരം കോംപ്രമൈസ് ചെയ്യും. വോളണ്ടറി കൺഫൈനിങ് എ പേഴ്സൺ ഫോർ 3 days ഓർ മോർ 343. ഒരുത്തനെ മുറിക്കകത്ത് കൺഫൈനിങ് ആണ് കേട്ടോ, റെസ്ട്രൈനിങ് അല്ല കേട്ടോ. ഒരുത്തനെ 3 ദിവസം തടഞ്ഞു നിർത്തി, അതും കോംപ്രമൈസ് ചെയ്യാം. വോളണ്ടറി കൺഫേമിങ് എ പേഴ്സൺ ഫോർ 10 days ഓർ മോർ 344 ചാർജ് ചെയ്താലും കോംപ്രമൈസ് ചെയ്യാം. ഇപ്പം 10 ദിവസം വരെ ഒരുത്തൻ പോകുന്ന വഴിയെ തടസ്സപ്പെടുത്തിയാൽ അതും അത് ചെയ്യാം, കോംപ്രമൈസ് ചെയ്യാം. വോളണ്ടറി കൺഫേയിങ് പേഴ്സൺ ഇൻ സീക്രട്ട്, ഒരുത്തനെ രഹസ്യമായി തടയുകയാണ്, അതും കോംപ്രമൈസ് ചെയ്യാം. അസോൾട്ട് ഓർ യൂസ് ഓഫ് ക്രിമിനൽ ഫോഴ്സ്, വെറുതെ അടിപിടി കൂടുക. അസോൾട്ട് ഓർ യൂസ് ക്രിമിനൽ ഫോഴ്സ്, മനസ്സിലായോ? കോംപ്രമൈസ് ചെയ്യാം. 355 അതും അസാൾട്ടാണ്, ക്രിമിനൽ ഫോഴ്സ് യൂസ്ഡ്, അതും കോംപ്രമൈസ് ചെയ്യാം. 358 അതും അസാൾട്ടിൻ്റെ വേറൊരു ഭാഗമാണ്, അതും കോംപ്രമൈസ് ചെയ്യാം. 397 എന്തോ തെഫ്റ്റ്, മോഷണം. അത് പ്രോപ്പർട്ടി മാത്രമല്ലേ ഉള്ളൂ, വ്യക്തിയുടെ ബോഡിയിൽ ഒന്നും ചെയ്യുന്നില്ലല്ലോ. തിരിച്ചുകൊണ്ട് കൊടുത്തിട്ട് കേസിൽ നിന്ന് പിന്മാറണം എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ കോംപ്രമൈസ് ചെയ്തിട്ട് ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റ് വഴി കോംപ്രമൈസ് ചെയ്യാമല്ലോ. അപ്പം അങ്ങനെ ആവശ്യം വരെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോഴേ ഈ കോംപ്രമൈസ് ഉള്ള കേസുകൾ എനിക്ക് CRPC പ്രകാരം വരുവാണെങ്കിൽ ഞാൻ കക്ഷിയോട് ഓപ്പണായിട്ട് ചോദിക്കും, കേസ് നടത്തുന്നോ സെറ്റിൽ ചെയ്യുന്നോ എന്ന് ചോദിക്കും. അപ്പം നമുക്കിടെ പേരിൽ അക്യൂസല്ലേ വരുന്നേ, അക്യൂസിനെ രക്ഷിക്കാനുള്ള ഏറ്റവും ഒരു വഴി സെറ്റിൽ ചെയ്യുക എന്നുള്ളതല്ലേ. അല്ല അപ്പം ഇപ്പം നമ്മളൊരു സാധനം തിരിച്ചു കൊടുക്കാൻ തയ്യാറാണ്, പക്ഷെ അവർ കോംപ്രമൈസ് ആവുന്നില്ലെങ്കിൽ അവർ കോംപ്രമൈസ് അല്ലേ നമുക്കൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. അല്ല അതൊരു ഇതല്ലേ, നമ്മൾ ചില ആൾക്കാർ കോംപ്രമൈസ് ആവുന്നു, ചില ആൾക്കാർ അതാണ് ഈ കോടതി കയറി ഇറങ്ങി നടക്കുന്നതും പിന്നെ ബുദ്ധിമുട്ടുമൊക്കെ ആലോചിക്കുമ്പോൾ ചിലരങ്ങ് വിട്ടുകളയുന്നേ. കോടതി കയറി ഇറങ്ങി നടക്കുക എന്ന് പറഞ്ഞ ഒരു പണിയല്ലേ. മാത്രമല്ല ഈ കേസിന് ഇപ്പോൾ വിദേശത്തുള്ളവരാണ് ഈ കേസിന് വേണ്ടി ഇവിടെ വരണം, അല്ലെങ്കിൽ ഔട്ട് ഓഫ് സ്റ്റേറ്റിലാണ് ജോലി ചെയ്യുന്നത്, ഈ കേസിന് വേണ്ടി ഇവിടെ വരണം. കോംപ്രമൈസ് ചെയ്ത് തീർക്കത്തില്ലേ. അല്ലെങ്കിൽ ഇതിനകത്ത് ഏതെങ്കിലും
അവിവാഹിതയായ പെൺകുട്ടികളൊക്കെ പെട്ടിട്ടുണ്ട്. അവരുടെ വിവാഹത്തിനൊരു വലിയ പ്രശ്നമായിട്ട് മാറും, അല്ലെങ്കിൽ അവരുടെ ഭാവിക്കൊരു വിഷയമായിട്ട് മാറും. കോംപ്രമൈസ് ചെയ്തില്ലേ? ഇപ്പോൾ ഡിസോണസ്റ്റ് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് പ്രോപ്പർട്ടി 403 ദ ഓണർ ഓഫ് പ്രോപ്പർട്ടി അയാൾക്ക് എന്ത് ചെയ്യാം? കോംപ്രമൈസ് ചെയ്യാം. ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ക്യാരീഡ് വാർഫ് ഫിംഗർ, ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് നടത്തി 407 പ്രകാരം കോംപ്രമൈസ് ചെയ്യാം. ഡിസോണസ്റ്റ് റിസീവിങ് സ്റ്റോളൻ പ്രോപ്പർട്ടി, ഒരുത്തൻ്റെ പരിപാടി 411 പ്രകാരം സ്റ്റോളൻ പ്രോപ്പർട്ടി വാങ്ങുക മാത്രമേ ഉള്ളൂ. സ്റ്റോളൻ പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്തേക്കുന്ന ഏത് സെക്ഷനിലാണ്? 410. എൻ്റെ ശിക്ഷ പറഞ്ഞിട്ടുള്ള 411. മനസ്സിലായോ? അത് കോംപ്രമൈസ് ചെയ്യാം. അടുത്തത് അസിസ്റ്റിംഗ് ഇൻ ദ കൺസീൽമെൻറ്റ് ഓർ ഡിസ്പോസിങ് സ്റ്റോളൻ പ്രോപ്പർട്ടി നോയിങ് ഇറ്റ് ടു ബി സ്റ്റോളൻ. ഒരു പ്രോപ്പർട്ടി ഒളിച്ചു വെക്കുന്നതിനോ അല്ലെങ്കിൽ മറച്ചു വെക്കുന്നതിനോ അത് മോഷണം മുതലാണെന്ന് അറിഞ്ഞുകൊണ്ട് ഒരാൾ ചെയ്താൽ 414 പ്രകാരം കേസെടുത്തിട്ടുണ്ടെങ്കിൽ ഓണർക്ക് എന്ത് ചെയ്യാം? കോംപ്രമൈസ് ചെയ്യാം. മനസ്സിലായോ? അവിടെ 417 പ്രകാരം ചീറ്റിംഗ് കോംപ്രമൈസ് ചെയ്യാം. ചീറ്റിംഗ് ബൈ പെർസണേഷൻ 419 കോംപ്രമൈസ് ചെയ്യാം. 421 ഫ്രോഡുലൻ്റ് റിമൂവൽ ഓർ കൺസീൽമെൻറ്റ്, ഒരു സാധനം എടുത്ത് ഒളിച്ചു വെക്കൽ, റിമൂവ് ചെയ്യുക, എടുത്ത് മാറ്റൽ, ഒളിച്ചു വെക്കൽ 421 പ്രകാരം ഒരു പ്രോപ്പർട്ടി ഒളിച്ചു വെക്കുകയോ അങ്ങനെ എടുത്ത് മാറ്റി വെക്കുകയോ ചെയ്താൽ എന്ത് ചെയ്യാം? കോംപ്രമൈസ് ചെയ്യാം. 422 ഫ്രോഡുലൻ്റ്ലി പ്രിവെൻറ്റിംഗ് ഫ്രം ബീയിങ് മെയ്ഡ് അവൈലബിൾ ടു ഹിസ് ക്രെഡിറ്റേഴ്സ് ആസ് എ ഡെപ്റ്റ് ഓർ ഡിമാൻഡ് ഡ്യൂ ടു ഒഫൻഡർ. ഇപ്പോൾ ഫ്രോഡുലൻ്റായി നമുക്ക് കിട്ടേണ്ട ഒരു സാധനം തരാതിരിക്കുകയോ അതിനെ ഒരാൾ പ്രിവെൻറ്റ് ചെയ്യുകയോ ചെയ്താൽ അതെന്ത് ചെയ്യാം? നമുക്ക് 422 പ്രകാരം പോലീസിന് കേസെടുക്കുകയും അത് കക്ഷികൾക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്നതുമാണ്. 423 ഫ്രോഡുലൻ്റ്ലി എക്സിക്യൂട്ടിംഗ് ഡീഡ് ടു ട്രാൻസ്ഫർ കണ്ടെയ്നിങ് ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ് ഓർ കൺസിഡറേഷൻ. ഈ പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ടുമായി ചെല്ലുമ്പം പോലീസ് പറയുന്ന കേസെടുക്കത്തില്ല, സിവിൽ കേസിന് പോകാനാണ് പറയുന്നത്. ഫ്രോഡുലൻ്റ് എക്സിക്യൂഷൻ ഓഫ് ഡീഡ് നടത്തിയ 423 പ്രകാരം കേസെടുക്കാം. കണ്ടോ? ബട്ട് ഇറ്റ് ഈസ് ബെയിലബിൾ. മനസ്സിലായോ? അത് ബെയിലബിൾ ഒഫൻസ് ആണ് എന്നേ ഉള്ളൂ. ബെയിലബിൾ ആണ് എന്ന് മാത്രമല്ല, ഇറ്റ് ഈസ് കോംപ്രമൈസബിൾ അല്ലേ? അടുത്ത് 424 ഫ്രോഡുലൻ്റ് റിമൂവൽ ഓർ കൺസീൽമെൻറ്റ് ഓഫ് പ്രോപ്പർട്ടി. ഒരാളുടെ പറമ്പിൽ കയറി ഒരു പ്രോപ്പർട്ടി റിമൂവ് ചെയ്തു. റിമൂവ് ചെയ്യുക എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് ഓൾറെഡി തെഫ്റ്റ് അല്ലേ? തെഫ്റ്റിൻ്റെ ഡെഫിനേഷൻ എന്താ? ഒരു മൂവബിൾ പ്രോപ്പർട്ടി ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എന്ത് ഗുഡ് ഫെയ്ത്തിലല്ലാതെ അടിച്ചു മാറ്റണ ഉദ്ദേശത്തോടെ അത് മൂവ് ചെയ്താൽ തന്നെ അത് തെഫ്റ്റാണ്. ഇപ്പോൾ റിമൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾറെഡി എ പാർട്ട് ഓഫ് തെഫ്റ്റ്. 424 mischief when only loss or damages caused is loss or damages to the private person. ഒരു പ്രൈവറ്റ് പേഴ്സണ് ലോസോ ഡാമേജോ സൃഷ്ടിക്കപ്പെട്ടാൽ 426 പ്രകാരവും 427 പ്രകാരവും ഒരു ലോസോ ഡാമേജോ ഒരാൾക്ക് സൃഷ്ടിക്കപ്പെട്ടാൽ അയാളും കോംപ്രമൈസ് ചെയ്യാം. മിസ്ചീഫ് ബൈ കില്ലിംഗ് ഓഫ് മൈമിങ് അനിമൽ. ആരെയാ? മനുഷ്യനെ കൊല്ലുന്നതല്ല, ഒരു മൃഗത്തിനെ കൊല്ലുകയോ മൃഗത്തിൻ്റെ രൂപഭേദം വരുത്തുകയോ ചെയ്താൽ, മൈമിങ് ചെയ്യുകയോ ചെയ്താൽ 428 പ്രകാരം IPC പ്രകാരം കേസെടുത്താൽ അതും കോംപ്രമൈസ് ചെയ്യാം. അടുത്തെന്ത് പറഞ്ഞേക്കുന്നേ? മിസ്ചീഫ്. 429 ആന ഈ പോത്തിനെയൊക്കെ ഓരോരുത്തർ പിടിച്ചോണ്ട് പോകത്തില്ലേ? കാട്ടിലെ ആനയുടെ കഥ വേറെയാ.
അത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ പ്രകാരം പണി പാടും. വന്യമൃഗമാണെങ്കിൽ മാറും. ഇത് ഡൊമസ്റ്റിക് അനിമലിൻ്റെ കാര്യമായി പറയുന്നത്. Mischief by injury to works of irrigation by wrongful diverting water, when only the loss of damage caused to loss of damage of private person. 430 പ്രകാരം ജലം വഴിതിരിച്ച് വിടുന്നത് കൊണ്ട് പ്രൈവറ്റ് പേഴ്സണ് ബുദ്ധിമുട്ടുണ്ടായാൽ ആ കേസും കോംപ്രമൈസ് ചെയ്യാം. ട്രസ്പാസ്, എന്തുവാ ട്രസ്പാസ്? അതിക്രമിച്ച് കയറുക, നമ്മുടെ അനുവാദമില്ല നമ്മുടെ പറമ്പിൽ കയറുക. ഹൗസ് ട്രസ്പാസ്, നമ്മുടെ അനുവാദമില്ല നമ്മുടെ വീട്ടിൽ കയറുക. ഹൗ ട്രസ്പാസ് ടു കമ്മിറ്റ് ആൻ ഒഫൻസ്, മറ്റൊരു കുറ്റം ചെയ്യണമെന്ന ഉദ്ദേശത്തോടെ നമ്മുടെ വീട്ടിൽ കയറുക. യൂസിങ് ഫാൾസ് ട്രേഡ് ഓർ പ്രോപ്പർട്ടി മാർക്ക്, അതും കോംപ്രമൈസ് ചെയ്യുക. ഇപ്പം കണ്ണൻ ദേവൻ തേയിലയുടെ ഒരു പരസ്യം, അതിനൊരു പ്രത്യേക മാർക്കുണ്ട്, അത് വേറൊരാൾ ഉപയോഗിച്ചാൽ അതും കോംപ്രമൈസ് ചെയ്യുക. കൗണ്ടർ ഫീറ്റിംഗ് എ ട്രേഡ് പ്രോപ്പർട്ടി. ടാറ്റയുടെ വണ്ടിയുടെ ചിഹ്നം ടി ആണല്ലേ. ആ ടാറ്റയുടെ വണ്ടിയുടെ ചിഹ്നം ഉപയോഗിച്ചുകൊണ്ട് വേറെ ആരെങ്കിലും ഒരു വണ്ടി എടുത്ത് ഉപയോഗിച്ചാൽ ആ ട്രേഡ് മാർക്കാണ്, അതും കോംപ്രമൈസ് ചെയ്യും. 483 നോയിങ്ലി സെല്ലിങ്, അറിഞ്ഞുകൊണ്ട് വിൽക്കുന്നു. എക്സ്പോസിങ്, തുറന്നു കാണിക്കുന്നു. പൊസസിങ്, കൈവശം വെക്കുന്നു. ഫോർ സെയിൽ ഫോർ മാനുഫാക്ചറിങ് പർപ്പസ് ദ ഗുഡ്സ് മാർക്ക്ഡ് വിത്ത് കൗണ്ടർ ഫിറ്റ് പ്രോപ്പർട്ടി മാർക്ക്. ഒറിജിനൽ അല്ല എന്ന് അറിഞ്ഞുകൊണ്ട് സെല്ല് ചെയ്യുന്നു, പ്രദർശിപ്പിക്കുന്നു, കൈവശം വെക്കുന്നു. ഇങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരു സാധനം ചെയ്താൽ 486 പ്രകാരം കേസെടുക്കും. അതെന്ത് ചെയ്യാം? കോംപ്രമൈസ് ചെയ്യാം. അടുത്തെന്താ പറഞ്ഞേക്കുന്നേ? ക്രിമിനൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ഓഫ് സർവീസ്. ഒരു കോൺട്രാക്ട് സർവീസിനെ ക്രിമിനൽ ബ്രീച്ച് നടത്തുന്നു. 491 പേഴ്സൺ വിത്ത് whom the offence has committed it can be compromised. അഡൾട്ടറി ഇപ്പോൾ ഉണ്ടോ? 497 ഇല്ല. ആർക്കും ഏത് സ്ത്രീക്കും ആരോട് വേണമെങ്കിലും സെക്സ് ചെയ്യാം. നോ അഡൾട്ടറി. മനസ്സിലായോ? ഓക്കെ. എൻഡൈസിങ് ഓർ ടേക്കിംഗ് അവേ ഓർ ഡീറ്റെയിനിങ് വിത്ത് ക്രിമിനൽ ഇൻറ്റന്റ് ടു മാരീഡ് വുമൺ. ഒരു വിവാഹിതയായ പെണ്ണിനെ വളച്ചു കൊണ്ടുപോയാൽ അതാണ് ഏതാ ഈ അഡൾട്ടറി ആയിട്ട് സംഭവം നടക്കുന്നു. കണ്ടിട്ട് പോലീസ് ഇൻഫോം ചെയ്താൽ അത് കേസാവും. സ്ത്രീ പരാതിപ്പെട്ടാൽ എന്നെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ പണി പാടും. അല്ലാതെ ഈ ഇവരെല്ലാം തേർഡ് പേഴ്സൺ ഇങ്ങനെ പരിപാടി നടക്കുന്നു പറഞ്ഞ് കംപ്ലൈന്റ് എടുത്തത് കേസാവും. ഇല്ല, അത് പറ്റത്തില്ലല്ലോ. അഡൾട്ടറി എന്ന് പറഞ്ഞ സാധനം ഇപ്പൊ ഇല്ലല്ലോ. പോലീസ് അവർ കൺസെപ്റ്റ് പോകുന്നു. പിന്നെ അതല്ലേ അവര് പറയുന്നത് സെക്സ് വർക്കർ. പ്രോസ്റ്റിറ്റ്യൂഷന്റെ പേര് മാറിയില്ലേ? സെക്സ് വർക്കിന് ഇവിടെ അനുവദിച്ചിട്ടില്ലല്ലോ, അങ്ങനെ അനുവാദം കൊടുത്തിട്ടില്ലല്ലോ കേരളത്തിൽ. കേരളത്തിൽ ലൈസൻസ് കൊടുത്തിട്ടില്ലെന്നല്ലേ ഉള്ളൂ. അപ്പം ഇപ്പോൾ ഒരു വിവാഹിതയാണ്, വേറെ ഒരാളുമായിട്ട് സെക്സ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ 497 ആണ് ചാർജ് ചെയ്യേണ്ടത് അല്ലേ? പൈസ മേടിച്ചോ ഇല്ലെന്നുള്ള രണ്ടാമത്തെ കാര്യമല്ലേ? എൻ്റെ സമ്മതപ്രകാരമാണ്. അവൾക്ക് പരാതിയില്ല, അവളുടെ ഭർത്താവിനെ പരാതിയുള്ളൂ. പരാതി നിലനിൽക്കുമോ? ഇല്ല. മകന് പരാതിയുണ്ട്, പരാതി നിലനിൽക്കുമോ? ഇല്ല. അത് 497 എടുത്ത് കളഞ്ഞതോടുകൂടി തന്നെ പ്രോസ്റ്റിറ്റ്യൂഷൻ്റെ പേര് സെക്സ് വർക്കർ ആയതാ പിന്നെ കേസെടുക്കാൻ പറ്റുമോ? ഇല്ല. ഒരാളെ ഇപ്പോൾ ഹോട്ടലിൽ നിന്ന് അറസ്റ്റ് ചെയ്യുകയാണ്, ഒരു സ്ത്രീയും പുരുഷനെ. ഇമ്മോറൽ ട്രാഫിക്കാണ് ചാർജ് ചെയ്യുന്നത്.
അപ്പോൾ അവർ പറയുന്നത് ദർ ഇസ് നോ ഇൻമോറൽ ട്രാഫിക്, ഞങ്ങൾ വലിയ പ്രണയത്തിലാണ്. ഞാൻ പൈസ മേടിച്ചിട്ടില്ല, കൊടുത്തിട്ടുമില്ല. പൈസ മേടിച്ചിട്ടുണ്ടെന്നും കൊടുത്തിട്ടുണ്ടെന്നും ഈ കൊണ്ടുവരുന്ന തെളിവുകളെല്ലാം വ്യാജമാണ്. കേസെടുക്കാൻ പറ്റുമോ? ശിക്ഷിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ ഒരു മന്ത്രി അല്ലെങ്കിൽ മന്ത്രിക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണമല്ല, ശാരീരിക കണ്ടുവന്നൊരു ഇത് വന്നു കഴിഞ്ഞാൽ മന്ത്രി രാജിക്കേണ്ട കാര്യമുണ്ടോ? മന്ത്രിക്കെതിരെ ക്രിമിനൽ കേസ് നിൽക്കത്തില്ലെന്നേ ഉള്ളൂ. രാഷ്ട്രീയ പാർട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം നടത്താനൊക്കെ പറ്റും, വ്യക്തിഹത്യ നടത്താൻ പറ്റും. നിയമത്തിൽ ഇപ്പൊ മാറ്റിയ സ്ഥിതിക്ക് പുള്ളി മാറണമെന്നില്ല, ഒരു നിർബന്ധമില്ല. വ്യക്തിഹത്യ നടത്താൻ പറ്റുമല്ലോ, ക്രിമിനൽ കേസ് എടുക്കത്തില്ലെന്നല്ലേ ഉള്ളൂ. അതുകൊണ്ടല്ലേ ജോസ് തെറ്റയിൽ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആ കേസ് വെറുതെ വിട്ടത്. ജോസ് തെറ്റയിലിനോടൊപ്പം ആ പെണ്ണ് അവരുടെ സമ്മതപ്രകാരം പോയി സെക്സ് ചെയ്തതിന് ശേഷം അത് വീഡിയോയും എടുത്ത് വെച്ചതിന് ശേഷം എന്നെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞപ്പോഴാണല്ലോ ആ കേസ് റേപ്പ് ഇല്ല എന്ന് പറയുന്നത്. മനസ്സിലായോ? അവിടെ അഡൾട്ടറിയേ നടന്നിട്ടുള്ളൂ, അല്ലെങ്കിൽ അവിടെ കൺസെൻറ്റഡ് സെക്സ് മാത്രമേ നടന്നിട്ടുള്ളൂ. അതോടുകൂടി അയാളെ പിന്നെ പാർട്ടി MLA സ്ഥാനത്ത് മത്സരിപ്പിച്ചില്ലല്ലോ, അല്ലേ? അങ്ങനെയൊക്കെ സംഭവിക്കും. ഇത് ക്രിമിനൽ കേസ് എടുക്കത്തില്ലെന്നേ ഉള്ളൂ, അല്ലാതെ സമൂഹത്തിൽ വേറെ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ലെന്നും പറഞ്ഞില്ലല്ലോ. അല്ല, അപ്പൊ അത് അങ്ങനെയാണെങ്കിൽ ആരോപണമായിട്ട് പറയേണ്ട കാര്യമില്ല. ക്രിമിനൽ അത് കേസ് ഓയിലില്ലാത്തൊരു കാര്യം, അത് ഇല്ലെങ്കിൽ ആരോപണം അങ്ങനെ ആരോപിക്കേണ്ട ഒരു കാര്യമുണ്ടോ? ആരോപണം നിഷേധിക്കാം, അല്ലെങ്കിൽ നിഷേധിക്കാതിരിക്കാം, ഇതിനെതിരെ കേസെടുക്കത്തില്ല. അല്ല, അങ്ങനല്ല, അങ്ങനെ ഒരാൾ ആരോപിക്കണമെങ്കിൽ അവർക്ക് കേസ് എടുത്തൂടെ? നമ്മളെ ഡിഫൈൻ ചെയ്തു. ആ ഡിഫൈൻ ചെയ്തു എന്ന് പറഞ്ഞാൽ ഡിഫമേഷൻ അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും, പക്ഷെ അഡൾട്ടറി പ്രൂവ് ചെയ്യണ്ടെന്നേ ഉള്ളൂ. ഡിഫമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? തെറ്റായി പറയുന്നതാണ്. അത് ശരിയായിട്ടാണ് പറഞ്ഞെങ്കിൽ ഡിഫമേഷൻ അല്ലല്ലോ. ഡിഫമേഷന് നമ്മളെതിരെ കേസ് കൊടുക്കുമ്പോൾ അവൻ ശരിയാണ് എന്ന് പ്രൂവ് ചെയ്യാനുള്ള എവിഡൻസ് കൊണ്ടുവരും. മനസ്സിലായോ? അല്ല, ഞാൻ ചെയ്യുന്നത് ഇന്നത്തെ കളസ്ഥിതിക്ക് ഇനി ഇതിനൊരു കുറ്റമായിട്ട് പറയാൻ പറ്റുന്ന ഒരു കേസ് അല്ലല്ലോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആയിക്കോട്ടെ, അഡൾട്ടറി എടുക്കത്തില്ലെന്നല്ലേ ഉള്ളൂ. ഞാൻ പറയുന്നത് മനസ്സിലായോ? അല്ല, ഞാൻ പറഞ്ഞ ആ സെൻസ് അല്ല, ഇത് ഇപ്പൊ എടുത്ത് കളഞ്ഞ സ്ഥിതിക്ക് ഇതിനൊരു ഇത് ഒരു നിയമപരമായ കുറ്റം അല്ലാത്ത സ്ഥിതിക്ക് പിന്നെ ഇതിന്റെ ഒരു ആരോപണം ഇതങ്ങനെയാണെന്ന് വെറുതെ പറയുന്നത്. ആരോപിച്ചാൽ ഡിഫമേഷൻ അല്ലേ കൊടുക്കാൻ പറ്റൂ. ഓക്കെ, ഡിഫമേഷൻ കൊടുക്കുമ്പോൾ അവൻ പ്രൂവ് ചെയ്യുന്നു ഇത് ഡിഫമേഷൻ അല്ല, ഇത് സത്യമാണ്. എന്ത് ചെയ്യാൻ പറ്റും? അല്ല, പ്രൂവ് ചെയ്യണോ എളുപ്പമൊന്നുമല്ലല്ലോ. അല്ല, പ്രൂവ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും രീതിയിൽ മറ്റേ കക്ഷിയായിട്ട് ചേർന്നുകൊണ്ട് പ്രൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ മറ്റേ കക്ഷിയും ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ മറ്റേ കക്ഷി ഇല്ലെന്ന് പറഞ്ഞാൽ ശരി തന്നെ. ഹോട്ടലിൽ പോയതും താമസിച്ചതും CCTV ക്യാമറയിലും ഒക്കെ ഉണ്ടെങ്കിൽ എന്തോ ചെയ്യും? ഒരു യുവതി യുവാവും കൂടെ ഒരു ഹോട്ടലിൽ 2-3 മണിക്കൂർ തങ്ങുന്നത് മഹാഭാരതത്തിന്റെ കഥ പറയാനൊന്നും അല്ലല്ലോ. അങ്ങനെ ആ എവിഡൻസുകൾ പുറത്തു വരുമ്പോൾ തന്നെ ചിത്രം മാറത്തില്ലേ? ഇപ്പൊ അയാൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും അയാൾ ഇന്ന ദിവസം 2 പേരും കൂടെ ഇത്ര മണിക്കൂർ ഇന്ന ഹോട്ടലിൽ ചെലവഴിച്ചു എന്നുള്ള CCTV ക്യാമറ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ തന്നെ അവൻ കൂടുതൽ വഷളാവത്തല്ലേ ഉള്ളൂ, അല്ലേ? അല്ലെങ്കിൽ അവള് കൂടുതൽ വഷളാവത്തല്ലേ ഉള്ളൂ. അപ്പൊ അതിനാൻ്റെ പുറകൊന്നും ആരും പോകത്തില്ല. അഡൾട്ടറി എടുക്കാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ, അല്ലാതെ അത് ഡൈവോഴ്സിനൊരു ഗ്രൗണ്ടാണല്ലോ ഇപ്പോഴും. അഡൾട്ടറി പ്രകാരം കേസെടുക്കത്തില്ലെന്നേ പറയുന്നുള്ളൂ, അല്ലാതെ അത് വെച്ചുകൊണ്ട് കൺസെൻറ്റഡ് സെക്സ് ഉണ്ടായതുകൊണ്ട് മറ്റൊരു പുരുഷനുമായിട്ട് കൺസെൻറ്റഡ് സെക്സ് ഉണ്ട്. അഡൾട്ടറി എന്ന് പറഞ്ഞാൽ എന്താ? സ്ത്രീക്കെതിരെയുള്ള കുറ്റമാണല്ലോ. പുരുഷനെതിരെയുള്ള കുറ്റം എന്തുവാ? ബൈഗമിയ, അല്ലേ? അഡൾട്ടറിയിൽ സ്ത്രീയുടെ കൺസെൻ്റ് ഉണ്ട്, പുരുഷൻ കുറ്റക്കാരനാകുന്നു, അതാണ് അഡൾട്ടറിയുടെ കേസ്. അപ്പോൾ പുരുഷനെതിരെ അഡൾട്ടറി ആരോപിക്കുമ്പോൾ സ്ത്രീ കൺസെൻ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ
ആ കൺസെൻറ്റ് ഉണ്ട് എന്ന് പറയുന്നത് ആ സ്ത്രീയെ ഡൈവോഴ്സ് ചെയ്യാൻ ഭർത്താവിൻ്റെ ഗ്രൗണ്ടാണ്. IPC പ്രകാരം കേസില്ലെന്നേ ഉള്ളൂ. ഡൈവോഴ്സിൻ്റെ ഗ്രൗണ്ട് എടുത്തു കളഞ്ഞിട്ടില്ലല്ലോ ഇപ്പോഴും. ഓക്കെ. അപ്പം ഹസ്ബൻഡ് H, വൈഫ് W, ഒരു കാമുകൻ P. ഈ Wയും Pയും തമ്മിൽ എന്നും ഇന്റർകോഴ്സ് ഉണ്ട്. ഹസ്ബൻഡ് കേസ് കൊടുക്കുന്നത് വൈഫിനെതിരെ അല്ല, Pക്കെതിരെയാണ്. Pയെ അതിന് ശിക്ഷിക്കത്തില്ലെന്നുള്ളത് പറയുന്നുണ്ട്. പക്ഷേ W പറയുന്ന വൈഫ് ഡൈവോഴ്സ് ചെയ്യാൻ ഗ്രൗണ്ട് ഉണ്ട്. ഓക്കെ. അടുത്ത ഒരു എൻഡൈസിങ് ടേക്കിംഗ് അവേ ഡിറ്റർമിനിങ് ദ ക്രിമിനൽ ഇന്റന്റ് ടു മാരി എ വുമൺ. ഒരു പെണ്ണിനെ, വിവാഹിതയായ ഒരു പെണ്ണിനെ അടിച്ചുകൊണ്ടുപോയി വിവാഹം കഴിക്കുന്ന ഉദ്ദേശത്തോടെ കൊണ്ടുപോയാൽ 98 പ്രകാരം അല്ലേ, അത് കോംപ്രമൈസും ചെയ്യാം. ഭർത്താവിന് ഭാര്യയെ തിരിച്ചു കൊടുത്തിട്ട് കോംപ്രമൈസ് ചെയ്യാം. കേട്ടാ? അത് കോംപ്രമൈസ് ചെയ്യാന്ന് പറഞ്ഞല്ലോ. മാത്രമല്ല ആ കേസ് ഹൈക്കോടതി വരുന്നത് ഹേബിയസ് കോർപ്പസ് ആയിട്ടാണല്ലോ. ഹേബിയസ് കോർപ്പസ് ആയിട്ട് വരുമ്പോൾ എവിടെന്തോ എന്ന് പറയും, ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം പോയാന്ന് പറയും. അല്ലേ? അപ്പോൾ ഭർത്താവ് വിചാരിക്കും 2 മക്കളില്ലേ, 2 മക്കളും പെൺമക്കളല്ലേ, കുഴപ്പമില്ല, ഒരു ചായ കുടിച്ച പോലെ ഉള്ളൂ എന്ന് വിചാരിച്ച് ഇനി പോരും. അങ്ങനല്ലേ ഇപ്പം നടക്കുന്നേ. 511 നോക്കൂ, അല്ല 500 ഡിഫമേഷൻ സ്പെസിഫൈഡ് അഗൻസ്റ്റ് 500 ഇന്ത്യൻ പീനൽ കോഡ് കോളം 1 ടേബിൾ 1 സബ്സെക്ഷൻ 1. അല്ല 500 ആണെങ്കിൽ പേഴ്സൺ ഡിഫേംഡ്, ആർക്കെതിരെയാണോ ഡിഫമേഷൻ പറഞ്ഞാൽ അയാൾക്ക് കോംപ്രമൈസ് ചെയ്യാം. പ്രിന്റിംഗ് എൻഗ്രേവിംഗ് മാറ്റർ, പ്രിന്റിംഗ് മാറ്ററാണ് ഡിഫമേഷൻ എങ്കിൽ അതും കോംപ്രമൈസ് ചെയ്യാം. സെയിൽ ഓഫ് പ്രിന്റർ എൻഗ്രേവ്ഡ് ചെയ്ത പ്രിന്റഡ് മാറ്ററാണ് 502, കോംപ്രമൈസ് ചെയ്യാം. ഇൻസൾട്ട് ഇൻറ്റൻഡന്റ് ടു പ്രൊവോക്ക് ബ്രീച്ച് ഓഫ് പീസ്, സമാധാനം ബ്രീച്ച് ചെയ്യുന്നതിന് വേണ്ടി ഇൻസൾട്ട് ചെയ്യുന്നതിന് രീതിയിൽ എന്ത് ചെയ്താൽ ഒരാളെ ഇൻസൾട്ട് ചെയ്യുന്നതും 504 കോംപ്രമൈസ് ചെയ്യും. ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ 506 കോംപ്രമൈസ് ചെയ്യും. ഇൻഡ്യൂസിങ് പേഴ്സൺ ടു ബിലീവ് ഹിംസെൽഫ് ആൻ ഒബ്ജക്റ്റ് ഓഫ് ഡിവൈൻ ഡിസ്പ്ലഷർ. ഓക്കെ. ദൈവത്തിൻ്റെ രീതിയിൽ ഒരാൾ വിശ്വസിപ്പിക്കാൻ അയാളെ ഇൻഡ്യൂസ് ചെയ്താൽ അതും കോംപ്രമൈസ് ചെയ്യും. ഓക്കെ. എന്താ പറഞ്ഞേ? The offense of punishable under section 40 specified into 2 columns table next to following the permissions of the court. താഴെ പറയുന്നത് കോടതിയുടെ പെർമിഷനോട് കൂടി കോംപ്രമൈസ് ചെയ്യാം. മനസ്സിലായോ? കോടതിയുടെ പെർമിഷൻ ഇല്ലാതെ കോംപ്രമൈസ് ചെയ്യുന്നതാണ് നമ്മൾ 1ാമത്തെ കോളത്തിൽ പറഞ്ഞത്. 2ാമത്തെ കോളത്തിൽ പറയുന്നത് കോടതിയുടെ പെർമിഷനോട് കൂടി കോംപ്രമൈസ് ചെയ്യുന്ന. അത് നമുക്ക് അടുത്ത ദിവസം നോക്കിയാലോ? ശരി.